ഭക്ഷണ ലോകത്തെ അഞ്ചാം രുചിയായ ഉമാമിയെക്കുറിച്ചും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട അജിനോമോട്ടോയുടെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചുമുള്ള രസകരമായ ഒരു അന്വേഷണമാണിത്. രുചിയുടെ പരിണാമപരമായ പ്രാധാന്യത്തിൽ തുടങ്ങി നമ്മുടെ നാവിന് അയോണുകളെയും അമിനോ ആസിഡുകളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന രാസസ്വീകരണികളെക്കുറിച്ചുള്ള ഈ ലേഖനം എഴുതിയത് ഡോക്ടർ മനോജ് ബ്രൈറ്റാണ്. പ്രകൃതിദത്തമായ മിക്ക ഭക്ഷണ പദാർത്ഥങ്ങളിലും മുലപ്പാലിലും പോലും അടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടാമിക് ആസിഡ് എങ്ങനെയാണ് രുചി വർദ്ധിപ്പിക്കുന്നതെന്നും അനാവശ്യമായ ഭീതികൾക്കപ്പുറം അജിനോമോട്ടോ എങ്ങനെ ആരോഗ്യകരമായ രീതിയിൽ പാചകത്തിൽ ഉപയോഗിക്കാമെന്നും ഈ കുറിപ്പ് വ്യക്തമാക്കുന്നു. ആദ്യം നമുക്ക് രുചികളെക്കുറിച്ച് ചർച്ച ചെയ്യാം, എന്നിട്ട് അജിനോമോട്ടോയിലേക്ക് പോകാം. ഭക്ഷണത്തിലൂടെ ശരീരത്തിലേക്ക് കടക്കുന്ന ഉപകാരപ്രദവും ദോഷകരവുമായ രാസവസ്തുക്കളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ അതിജീവനത്തിന് സഹായിക്കുക എന്നതാണ് രുചിയുടെ പരിണാമപരമായ പ്രാധാന്യം. നാവിൽ ഇതിനായി രാസവസ്തുക്കൾ തിരിച്ചറിയാനുള്ള സ്വീകരണികളുണ്ട്. പണ്ടുമുതലേ നമ്മുടെ അടിസ്ഥാന രുചികളായി കണക്കാക്കപ്പെടുന്നത് മധുരം, ഉപ്പ്, കയ്പ്, പുളി എന്നിവയാണ്. മധുരം എന്താണെന്ന് നോക്കാം. മധുരരസം പഞ്ചസാരയുടെ അഥവാ കാർബോഹൈഡ്രേറ്റിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ളതാണ്, അതായത് ഊർജ്ജദായകമായ തന്മാത്രകളെ തിരിച്ചറിയാനുള്ള മാർഗം. ഇതിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ആ വസ്തു ആകാവുന്നത്ര അകത്താക്കുക എന്ന നിർദ്ദേശമാണ് തലച്ചോർ പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ടാണ് മധുരം കഴിക്കുമ്പോൾ നമുക്ക് അത് ആസ്വാദ്യകരമായ അനുഭവമാകുന്നതും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നതും. ഇനി ഉപ്പുരസം. നമ്മുടെ കോശങ്ങളിൽ നടക്കുന്ന പല രാസപ്രവർത്തനങ്ങൾക്കും സോഡിയം ആവശ്യമുണ്ട്. ഉപ്പുരസം ശരിക്കും സോഡിയം അയോണിൻ്റെ സാന്നിധ്യമാണ് വിളംബരം ചെയ്യുന്നത്. ഉപ്പുരസം തിരിച്ചറിഞ്ഞ് അത് അകത്താക്കുന്നതിലൂടെ ശരീരത്തിൽ ആവശ്യത്തിന് സോഡിയം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ശരീരം ചെയ്യുന്നത്. ഇനി കയ്പ് രസമോ? കയ്പ് രുചി ശരീരത്തിന് ഹാനികരമായേക്കാവുന്ന പലതരം രാസവസ്തുക്കൾ തിരിച്ചറിയാനുള്ള മാർഗമാണ്. ചെടികൾ അവയുടെ സുരക്ഷയ്ക്കായി നിർമ്മിക്കുന്ന വിഷങ്ങളാണ് ഈ രാസവസ്തുക്കൾ. ഒരു 10-25 തരത്തിലുള്ള കയ്പ് സ്വീകരണികൾ നമ്മുടെ നാക്കിലുണ്ട് എന്നാണ് കണക്ക്. അതങ്ങ് തുപ്പിക്കളഞ്ഞേക്ക്, ഇനി മേലാൽ കഴിച്ചേക്കരുത് എന്നാണ് ഇതിലൂടെ തലച്ചോർ നിർദ്ദേശിക്കുന്നത്. പുളിരസം. അമ്ലത്തിൻ്റെ രുചിയാണ് പുളിരസം. കെമിസ്ട്രി ഭാഷയിൽ പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ അയോൺ കൂടുതലുള്ള വസ്തുക്കളാണ് അമ്ലങ്ങൾ. അപ്പോൾ പുളിരസം എന്നാൽ പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ അയോണുകളെ നാക്ക് തിരിച്ചറിയുന്നതാണ്. പഴുക്കാത്ത പഴങ്ങളെയും പഴുത്തു പാകമായ പഴങ്ങളെയും തിരിച്ചറിയാനുള്ള മാർഗമാണ് ഇത്. ഇതാണ് പുളിരസത്തിൻ്റെ പരിണാമപരമായ ഉദ്ദേശം. എന്നാൽ ഇതൊന്നുമല്ലാതെ വേറൊരു രുചി കൂടിയുണ്ട്, അതാണ് ഉമാമി. സകല ജീവജാലങ്ങളുടെയും ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രോട്ടീനുകൾ കൊണ്ടാണ്. ഈ പ്രോട്ടീനുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അമിനോ ആസിഡുകൾ കൊണ്ടും. അത്തരമൊരു അമിനോ ആസിഡാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കോശനിർമ്മാണത്തിൻ്റെ ഒരു അടിസ്ഥാന നിർമ്മാണ വസ്തുവായ പ്രോട്ടീൻ്റെ സാന്നിധ്യമാണ് ഉമാമി വിളംബരം ചെയ്യുന്നത്. ശരിക്കു പറഞ്ഞാൽ പ്രോട്ടീനിലെ ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ സാന്നിധ്യം. അതായത് ഉമാമി രുചി ഉള്ളിടത്ത് ഗ്ലൂട്ടാമിക് ആസിഡ് മാത്രമല്ല പ്രോട്ടീൻ നിർമ്മാണ വസ്തുക്കളായ മറ്റ് അമിനോ ആസിഡുകളുടെയും സാന്നിധ്യമുണ്ടാകും എന്ന് മനസ്സിലാക്കാം. ഈ ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ സോഡിയം ലവണമാണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന MSG അഥവാ കുപ്രസിദ്ധമായ അജിനോമോട്ടോ. കരിമ്പ് നീരിലെ പഞ്ചസാരയോ കപ്പപ്പൊടിയിലെ സ്റ്റാർച്ചോ ബാക്ടീരിയ ഉപയോഗിച്ച് വിഘടനം നടത്തി ലഭിക്കുന്ന ഗ്ലൂട്ടാമിക് ആസിഡിൽ സോഡിയം ഹൈഡ്രോക്സൈഡുമായി ചേർത്ത് തിളപ്പിച്ചാൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന അജിനോമോട്ടോ ആകും. അജിനോമോട്ടോ ബ്രാൻഡ് നാമമാണ്. അജിനോമോട്ടോ എന്ന് കേൾക്കുമ്പോൾ ആസ്ഥാനത്ത് തേള് കുത്തിയതുപോലെ ചാടുന്ന പ്രകൃതി ഭക്ഷണക്കാരുണ്ട്. ചില ഹോട്ടലുകൾ ഇവിടെ അജിനോമോട്ടോ ഉപയോഗിക്കുന്നില്ല എന്ന് അഭിമാനപൂർവ്വം പ്രദർശിപ്പിക്കുന്നത് കാണാം. പേടിക്കേണ്ട, അത്തരം വിഡ്ഢികൾ പറയുന്നത് ആരും കണക്കാക്കേണ്ടതില്ല. ഗ്ലൂട്ടാമിക് ആസിഡ് വിഷമല്ല. മനുഷ്യ ശരീരത്തിലാണെങ്കിൽ ഇത് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന ഗണത്തിലാണ് വരുന്നത്. അതായത് പുറമേ നിന്ന് ലഭിച്ചില്ലെങ്കിലും ശരീരത്തിന് തന്നെ ആവശ്യമായ ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. എന്താണ് ഗ്ലൂട്ടാമിക് ആസിഡ്? ഗ്ലൂട്ടാമിക് ആസിഡ് സകലവിധ ഭക്ഷണ സാധനങ്ങളിലും കാണുന്ന ഒരു വസ്തുവാണ്. മുലപ്പാലിൽ പോലും ഗ്ലൂട്ടാമിക് ആസിഡ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവികളുടെ ബേസ് സവാളയും തക്കാളിയും ആകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? രണ്ടിലും വലിയ അളവിൽ ഉമാമി രുചിക്ക് കാരണമായ ഗ്ലൂട്ടാമിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗ്ലൂട്ടാമിക് ആസിഡ് ഉയർന്ന അളവിൽ കാണപ്പെടുന്ന ചില ഭക്ഷണ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് നോക്കൂ. ഗ്രീൻ ടീ, തക്കാളി, ഗ്രീൻ പീസ്, താമരക്കിഴങ്ങ്, വെളുത്തുള്ളി, ചോളം, സോയാബീൻസ്, ഉരുളക്കിഴങ്ങ്, ചീര, ആസ്പെരഗസ്, ക്യാബേജ്, ബ്രൊക്കോളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഈസ്റ്റ്,
ഏഷ്യൻ രാജ്യങ്ങളിൽ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ചില കടൽ പായലുകൾ കൂണ്, ചെമ്മീൻ, കണവ, കല്ലുമ്മക്കായ, ഞണ്ട്, നെത്തോലി, അയല മുതലായ മത്സ്യങ്ങൾ, കോഴിമുട്ട, ബീഫ്, പോർക്ക്, ചീസ് തുടങ്ങി ഒരുമാതിരിപ്പെട്ട എല്ലാ ഭക്ഷണ വസ്തുക്കളിലും ഏറിയും കുറഞ്ഞും ഗ്ലൂട്ടാമിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു ദിവസം ശരാശരി 10 മുതൽ 20 ഗ്രാം വരെ ഗ്ലൂട്ടാമിക് ആസിഡ് നമ്മൾ ഭക്ഷണത്തിലൂടെ അകത്താക്കുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ പല മടങ്ങ് ശരീരം സ്വന്തം നിലയിൽ ഉണ്ടാക്കുന്നുമുണ്ട്. നിങ്ങൾ എല്ലാ നേരവും എല്ലാ ഭക്ഷണത്തിലും അജിനോമോട്ടോ കലർത്തി കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിലുള്ള ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ 1% പോലും വരില്ല. ഗ്ലൂട്ടാമിക് ആസിഡ് ഒരു ഫ്ലേവർ എൻഹാൻസർ ആയാണ് പ്രവർത്തിപ്പിക്കുന്നത്. അതായത് അത് ചേർക്കപ്പെടുന്ന ഏതാണ്ട് എല്ലാ ഭക്ഷണ വസ്തുക്കളുടെയും സ്വാദ് കൂടും. മത്സ്യമാംസാദികളിൽ ഗ്ലൂട്ടാമിക് ആസിഡ് കൂടാതെ വേറെയും ഫ്ലേവർ എൻഹാൻസറുകളുണ്ട്. ഉദാഹരണത്തിന് ഇനോസിനിക് ആസിഡ്, ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ് തുടങ്ങിയവ. ഇവ ഒറ്റയ്ക്കും കൂട്ടായും ഗ്ലൂട്ടാമിക് ആസിഡിനോടൊപ്പം പ്രവർത്തിച്ച് രുചി വർദ്ധിപ്പിക്കും. പഴയൊരു പാചകക്കാരൻ്റെ ഒരു കഥയുണ്ട്. ഇയാളുടെ സാമ്പാർ രുചിയുടെ കാര്യത്തിൽ അതിപ്രശസ്തമാണ്. ഇയാൾ സാമ്പാറിൽ ഒരു രഹസ്യ പൊടി ചേർക്കുന്നുണ്ട് എന്ന് ശിഷ്യന്മാർ കണ്ടുപിടിച്ചു. ഉണക്കച്ചെമ്മീൻ പൊടിയായിരുന്നു ആ രഹസ്യ ചേരുവ. ഉണക്കമീനിലും ചെമ്മീനിലുമൊക്കെയുള്ള ധാരാളമായി കാണപ്പെടുന്ന ഇനോസിനിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡുമാണ് അതിനു പിന്നിൽ. ഇനി അജിനോമോട്ടോയ്ക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്ന് നോക്കാം. MSG അഥവാ അജിനോമോട്ടോ കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഉപ്പ് ചേർക്കുന്ന എല്ലായിടത്തും അജിനോമോട്ടോ ചേർക്കാം. എന്ന് വെച്ചാൽ പോപ്കോൺ, ചിപ്സ് മുതൽ സാമ്പാർ, ബിരിയാണി വരെ എന്തിലും. MSG ലവണ രൂപത്തിലായതിനാൽ മധുര പലഹാരങ്ങളിൽ അജിനോമോട്ടോ അത്ര യോജിച്ചു പോകുന്നതായി തോന്നിയിട്ടില്ല. എന്നാൽ ഗ്ലൂട്ടാമിക് ആസിഡായി തന്നെ ചേർക്കുന്നത് ഒരുപക്ഷെ രുചി വർദ്ധിപ്പിച്ചേക്കാം. പലരും കഴിയുന്നത് പോലെ ഇത് നോൺ വെജ് ഭക്ഷണത്തിൽ മാത്രമല്ല ഉപയോഗിക്കാൻ സാധിക്കുക. ഞാൻ എല്ലാ ഭക്ഷണത്തിലും സ്ഥിരമായി ഇത് ചേർക്കാറുണ്ട് കേട്ടോ. സാമ്പാറിലും അവിയലിലുമൊക്കെ ശരിക്കും ഇത്രയും സ്വാദുണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോകും. വെജിറ്റേറിയൻ കടകളിലും സാലഡുകളിൽ പോലും അത്ഭുതപ്പെടുത്തുന്ന രുചി വൈവിധ്യമാണ് അജിനോമോട്ടോ നൽകുന്നത്. വിരൽ കടിച്ചു പോകും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള രുചിയില്ലേ അത്. വിശ്വാസം വരുന്നില്ലെങ്കിൽ ലേശം അജിനോമോട്ടോ ചേർത്തൊരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അല്ലെങ്കിൽ സാമ്പാറിലോ വെജിറ്റബിൾ കുറുമയിലോ ലേശം അജിനോമോട്ടോ ചേർത്ത് നോക്കൂ. ഊണുമേശയിൽ ഉപ്പും കുരുമുളക് പൊടിയും പോലെ തന്നെ സ്ഥിരമായി വെക്കേണ്ട ഒന്നാണ് അജിനോമോട്ടോ. ട്രൈ ഇറ്റ്. MSG ഒരു ലവണമായതിനാൽ കറികളിൽ സാധാരണ ചേർക്കുന്ന കറിയുപ്പിൻ്റെ അളവ് കുറയ്ക്കാം എന്നൊരു ഗുണം ഇതിനുണ്ട്. MSGയിൽ കറിയുപ്പിനെ അപേക്ഷിച്ച് 1/3 സോഡിയമേ ഉള്ളൂ. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരിൽ ഇത് ഗുണം ചെയ്യും. മറ്റൊരു ഗുണമുള്ളവരിത് പ്രായമായവരിലും കീമോതെറാപ്പി പോലെയുള്ള ചികിത്സകൾ കഴിഞ്ഞവരിലും കാണുന്ന ഭക്ഷണത്തോടുള്ള വിരക്തിക്ക് ഇതൊരു നല്ല പ്രതിവിധിയാണ് എന്നതാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും അവരുടെ പച്ചില സാലഡുകളിൽ ഇത് ചേർക്കാം. ഇനി ദോഷമെന്ന് പറയാനുള്ളത് കണ്ടമാനം ഭക്ഷണം ആർത്തി പിടിച്ച് വാരി കഴിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ചിലപ്പോൾ വയറെരിച്ചിലുണ്ടാകാം എന്നത് മാത്രമാണ്. പിന്നെ സ്ഥിരമായുള്ള അമിത ഭക്ഷണം കൊണ്ട് പൊണ്ണത്തടിയും ഉണ്ടാകാം. ഇതൊന്നും അജിനോമോട്ടോയുടെ ദോഷമല്ല. അതിനാൽ ഭക്ഷണ കാര്യത്തിൽ ലേശം അച്ചടക്കം കാണിക്കുക. സ്വാദുണ്ടെന്ന് കരുതി വലിച്ചു വാരി തിന്നാതിരിക്കുക. കീമോഫോബിയ കാരണം അജിനോമോട്ടോ എന്ന് കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നുന്നവർക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉമാമി പൗഡറിൻ്റെ റെസിപ്പി കൂടി പറഞ്ഞു തരാം. ഗ്ലൂട്ടമിക് ആസിഡ് ധാരാളമായി ഉള്ള തക്കാളി, ഉള്ളി, കൂണ്, ഈസ്റ്റ്, പരമേസൻ ചീസ്, സോയാ സോസ് മുതലായവ ഉണക്കിപ്പൊടിച്ച് MSGക്ക് പകരം ഉപയോഗിക്കാം. നോൺ വെജ് പൗഡർ വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ ഉണക്ക നെത്തോലി, ഉണക്ക ചെമ്മീൻ, ഉണങ്ങിയ പന്നിയിറച്ചി എന്നിവയും പൊടിച്ചു ചേർക്കാം. ഉമാമി പൗഡർ ബിസിനസ്സായി ചെയ്യേണ്ടവർക്ക് അതും ആലോചിക്കാവുന്നതാണ് കേട്ടോ. മറ്റു മസാലപ്പൊടികളോടൊപ്പം ചേർക്കാവുന്ന പുതിയൊരു തരം രുചിവർദ്ധനി. ഇവിടെ മസാലപ്പൊടികൾ ഇല്ലാത്തത് കൊണ്ട് ആരും ഉമാമി പൗഡർ മാർക്കറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉമാമി എന്താണെന്ന് പിടിയില്ലാത്തതാകും കാരണം. ഓൺലൈനിൽ ഉമാമി പൗഡർ വാങ്ങാൻ കിട്ടും. സപ്തസ്വരങ്ങൾ ചേർന്നാണ് സിംഫണി ഉണ്ടാകുന്നത് അല്ലേ? അതുപോലെ പഞ്ചരസങ്ങൾ, അതായത് മധുരം, ഉപ്പ്, കയ്പ്, പുളി, ഉമാമി ചേരുംപടി ചേർന്നതാണ് രുചി സിംഫണി ഉണ്ടാകേണ്ടത്. അതാണ് യഥാർത്ഥ പാചകകല. ഏതെങ്കിലും ഒരു സ്വരം ഉപയോഗിക്കാത്ത സിംഫണി പൂർത്തിയാകുമോ? ഉപ്പില്ലാത്ത ഭക്ഷണം മാത്രം ശീലിച്ച ഒരാൾ അതാണ് നോർമൽ എന്ന് കരുതുന്നത് പോലെയാണ് ഇത്. ധൈര്യപൂർവ്വം ഭക്ഷണത്തിൽ അജിനോമോട്ടോ ചേർക്കുന്ന, എന്തോ തെറ്റ് ചെയ്യുന്ന പോലെ അജിനോമോട്ടോ ഒളിച്ചു കടത്താത്ത, ഇവിടെ ഭക്ഷണത്തിൽ അജിനോമോട്ടോ ചേർക്കുമെന്ന് ധൈര്യപൂർവ്വം പറയുന്ന ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമുണ്ടാകുമോ ആവോ.